ലാ 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 ലാ. ആ ട്രാൻസിഷന് കൊള്ളാൻ എന്തോ ഒരു രാസപ്രവർത്തനം നടത്തുന്നുണ്ടല്ലോ എന്നുള്ള പോലെ. ഞാൻ ലാസ്റ്റ് ജയഹേ അതുപോലെ ഇങ്ങനെ പാടുകയാണ്. അപ്പോൾ അത് ടീച്ചർ കേട്ടിട്ട് നീ പാട്ട് പാടുമോ എന്ന് ചോദിച്ചു. കമൽ സാറിൻ്റെ മിക്ക പടങ്ങളും മ്യൂസിക് ചെയ്യുന്നത് രാജ സാറായിരിക്കും. പുള്ളി ഒരു ഫോമിൽ വെച്ചിട്ട് ഡോട്ട് ഇട്ടിട്ട് കമ്പോസ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇഷാൻ്റെ ഇഷാൻ ചേട്ടൻ അങ്ങനെ കുത്തിട്ട് അളിയാനുണ്ടാക്കിയ പാട്ടാണിതെന്ന് പറഞ്ഞു. ഏതോ നിனைவுകൾ കനവിലെ മനതിലെ മലരുതേ. Hi everyone, welcome to Indiewood. This is Misfits and today we have a very special guest. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശ്രീരാഗാണ്. വെൽക്കം ശ്രീരാഗ്, വെൽക്കം ടു മിസ്ഫിറ്റ്സ്. താങ്ക് യു ചേട്ടാ. ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത് ഐ നോ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അതായത് നിങ്ങൾ ഗന്ധർവാസ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ടല്ലോ, നിങ്ങളെല്ലാം വക്കീലന്മാരാണ്. അപ്പോൾ ഒരുമിച്ച് പാട്ടുണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു 5 year കോഴ്സ് എടുത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഹൗ വാസ് ദാറ്റ് ജേർണി, ആ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നതൊക്കെ? ആക്ച്വലി എനിക്ക് LLB എടുക്കണം എന്നുള്ളതിനൊരു കാരണം അതാണ്. ഒരു കാരണമല്ല, ഓൺലി റീസൺ അതാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ചൊരു ബാൻഡ്, ഒരു മെമ്പറിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷന് പോയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബാൻഡിൽ അനന്തോടനും എല്ലാവരും കൂടെ എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് കൺവീൻസ് ചെയ്ത് അങ്ങ് പെടുത്തിന്നല്ല, അങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ ഒരുമിച്ചുണ്ടാവുമല്ലോ ഒരു 5 വർഷം, അങ്ങനെ ഒരുമിച്ച് താമസിച്ചു. അങ്ങനെ അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ മ്യൂസിക്കൽ ജേർണിയിൽ കംഫർട്ട് സോൺ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ശ്രീരാഗിന്? എനിക്കിപ്പോൾ ആക്ച്വലി അത് ഇമ്പോർട്ടൻ്റ് അല്ല. എന്തോ ഇപ്പോൾ ഉള്ളൊരു സ്ഥലത്ത് നിന്നിട്ട് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അതെൻ്റെ കംഫർട്ട് സോൺ അതെവിടെയാന്ന് പോലും പെട്ടെന്നൊരു അങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല. ഞാൻ പാട്ടെന്ന് പറയുന്നത് കൂടെയുള്ളൊരു സംഭവം, അതെ, അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതെ, ഇത് ഇങ്ങനെയാവുമെന്ന് അറിയില്ലായിരുന്നു നമ്മൾ. അതുകൊണ്ട് ഇപ്പോൾ LLB എടുത്തെന്ന് പറഞ്ഞാലും ബാൻഡിൻ്റെ പരിപാടി ഉണ്ടെങ്കിലും അതുവഴി നമ്മളതൊരു മെയിൻ സ്ട്രീം സാധനമായിട്ട് വരുത്തണമെന്ന് അങ്ങനെ കണ്ടിട്ടില്ല. ജോലിയായിട്ട് പോകും. പാട്ട് പിന്നെ ഇല്ലാതെ പറ്റില്ലല്ലോ എന്നുള്ള സാധനമാണ്. എന്നും കേൾക്കും, പാടുന്നു, കേൾക്കുന്നു. അതുകൊണ്ടൊക്കെ ഞാൻ എന്താ പറഞ്ഞു, അതായത് പാട്ടാണ് മെയിൻ, LLB is a ബൈ പ്രൊഡക്റ്റ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഞാൻ ചോദിച്ചത് കംഫർട്ട് സോൺ, അതായത് കംഫർട്ട് സോണിൻ്റെ സംഭവം. അപ്പോൾ എനിക്ക് അറിയില്ല സോണിനെ പറ്റിയിട്ട്. ഒരു കുഴപ്പമില്ല. സോ അപ്പോൾ ഞാൻ ഗോയിങ് ബാക്ക് ടു ശ്രീരാഗ്സ് ചൈൽഡ്ഹുഡ്, അതായത് തൃശ്ശൂർ ഒരു ചെറിയ ഗ്രാമത്തിൽ ശ്രീരാഗ്. സോ വെൻ ഡിഡ് യു ആക്ച്വലി സ്റ്റാർട്ട് ലേണിംഗ് മ്യൂസിക്? പിന്നെ ഇതിനൊരു സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങി? ഐ വോണ്ട് ദാറ്റ് ജേർണി അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്. നമ്മൾ പാട്ട് എനിക്കറിയില്ല എപ്പോഴും തൊട്ടാ പാടി തുടങ്ങുന്ന. വീട്ടിൽ പാട്ടുണ്ട്, എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പാട്ടുണ്ട്, പാട്ട് കേൾക്കാം വീട്ടില്. റേഡിയോയിലാണെങ്കിലും റേഡിയോ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. അച്ഛൻ നാട്ടിൽ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ്റെ ആണെങ്കിലും റേഡിയോ ഓണായിരുന്നു. അപ്പോൾ വാർത്തകളായിരിക്കാം, ചിലപ്പോൾ പാട്ടായിരിക്കാം. എപ്പോഴും ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാം. അപ്പോൾ പാട്ടുണ്ട് ചെറുപ്പം തൊട്ട്. അപ്പോൾ ഓർമ്മ വയ്ക്കുന്ന കാലത്ത് അതാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ സ്കൂളിൽ പിന്നെ ചേട്ടൻ്റെ ഫോണിൽ ഞാനൊരു നാഷണൽ ആന്തത്തിൻ്റെ റഹ്മാൻ സാർ പാടിയൊരു നാഷണൽ ആന്തം ഒരു സാധനം. അപ്പോൾ ലാസ്റ്റ് ജയഹേ എന്നൊക്കെ ഒരു വേറെ പോലെ പാടുന്നത്. അപ്പോൾ സ്കൂളിലെന്നും നാഷണൽ ആന്തം ചൊല്ലുമല്ലോ ലാസ്റ്റ്. ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് ജയഹേ അതുപോലെ ഇങ്ങനെ പാടുകയാണ്. അപ്പോൾ അത് ടീച്ചർ കേട്ടിട്ട് നീ പാട്ട് പാടുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ടീച്ചർ മറ്റേ കോമ്പറ്റീഷന് വിടുന്നത്. അപ്പോൾ പിന്നെ സ്കൂളിൽ കോമ്പറ്റീഷനായി, അതിൽ മറ്റേ ഫസ്റ്റ് കിട്ടലായി. അപ്പോൾ നമ്മൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പാട്ടുകാരെന്നുള്ളൊരു സാധനത്തിലോട്ട് അങ്ങനെ സ്കൂളിൽ അങ്ങനെ ഒരു ഇതിലോട്ട് ഇറങ്ങി. അപ്പോൾ വീട്ടിലെന്ന് പറയുമ്പോൾ പാട്ട് കേൾക്കൽ സൈഡിൽ കൂടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കോമ്പറ്റീഷൻസിന് പോകും. അങ്ങനെയൊക്കെ ആയിട്ട് പാട്ട് ഞാൻ കൂടെ ഇങ്ങനെ വളർന്നു. പാട്ട് പഠിക്കുന്നു, നമ്മുടെ പരിപാടി ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഓരോ സമയത്ത് ലിസണിങ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്കൂളൊക്കെ കുറച്ചും കൂടെ സീനിയറായി വരുന്ന സമയത്ത് നമ്മളവിടെ ഒരു ബീച്ച് സൈഡ് ആയതുകൊണ്ട് കുറേ ഒരു ഗസൽ മെഹഫിൽ കൾച്ചർ ഉണ്ട് ആ ഭാഗത്ത്. അപ്പം അവിടെ എന്തോ ഇങ്ങനെ പോയിരിക്കാൻ തുടങ്ങി, ചുമ്മാ ഇങ്ങനെ എത്തിപ്പെട്ടു. അപ്പം അവിടെ നിന്ന് കുറേ ഗസൽസ് കേട്ടു. അതിൽ കുറച്ച് ഭ്രാന്തായി. അപ്പം അതിങ്ങനെ കേട്ട് എല്ലാം കേട്ട് അത് ട്രൈ ചെയ്ത് പോകാനുള്ളൊരു ത്വര ഉണ്ടായിരുന്നില്ല. മനസ്സിലായി.
ഭാഗമാവുക എന്നുള്ളതായിരുന്നു. കേട്ടിങ്ങനെ ഇരിക്കുക, സുഖിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്ത് പിന്നെ ഈ റിയാലിറ്റി ഷോയിലൊക്കെ വന്ന്. അപ്പോൾ ഇപ്പോൾ ശ്രീരാഗ് പറഞ്ഞ പോലെ ചെറുപ്പത്തിലും എല്ലായിടത്തും ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ മ്യൂസിക് പാട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ശ്രീരാഗിൻ്റെ ഒരു ഏർലിയസ്റ്റ് ഫേവറേറ്റ് സാധനം ഏതായിരിക്കും? ഇത് ഹുക്ഡായി പോയൊരു ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മ്യൂസിക്? എനിക്ക് ഇപ്പോൾ ഒരു പാട്ടായിട്ട് പറയാൻ ഉണ്ടല്ല, അതായത് ഏർലിയസ്റ്റ് എന്ന് പറയുമ്പോൾ പറയാം, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല ചിന്തിക്കണേ, ഒന്നുമില്ല മനസ്സിൽ. ജസ്റ്റ് അത് കേട്ട് ഇത് കൊള്ളാലോ, അല്ലെങ്കിൽ ഈ ട്രാൻസിഷൻ കൊള്ളാലോ, അങ്ങനെ തോന്നിയൊരു സാധനം നമ്മുടെ തുമ്പിവാഴൻ്റെ ഒരു ഇന്റർലൂഡ് ഉണ്ട്. അതിൽ നിന്നിട്ട് എനിക്ക് ആ പോർഷൻ ആ ഫുൾ പീസ് ഉണ്ടല്ലോ, അങ്ങനെ അത് ആ ട്രാൻസിഷന് കൊള്ളാൻ എന്തോ ഒരു രാസപ്രവർത്തനം നടത്തുന്നുണ്ടല്ലോ എന്നുള്ള പോലെ ചെറുപ്പത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് ആ ഒരു സാധനം. രാജാ സാറിൻ്റെ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കാനുള്ളൊരു സാധനമൊക്കെ തോന്നുന്നത്, എന്തോ ഒരു വ്യത്യാസം, എന്താണെന്ന് അറിയാത്ത എന്തോ ഒരു സംഭവം, എന്തോ ഒരു പരിപാടി അവിടെ ഉണ്ട് എന്നുള്ളത്. സ്പീക്കിംഗ് അബൌട്ട് രാജാ സർ SPB, ഇപ്പം ശ്രീരാഗിൻ്റെ ജേണി ഞാൻ ഫോളോ ചെയ്യുമ്പോൾ ശ്രീരാഗ് പാടിയിടുന്ന പാട്ടുകൾ, ഇപ്പോൾ ശ്രീരാഗും പാടിയിടുന്ന പാട്ടുകളിലൂടെ ഞാൻ പല ഫൊഗോട്ടൺ ജെംസും പോയി ഗോൺ ബാക്ക് ആൻഡ് ഹെഡ്. ഇപ്പോൾ കുറച്ചു കാലം മുമ്പിട്ടൊരു പാട്ടിന് അവരെല്ലാവരും കൂട്ടത്തിലിരുന്ന് പാട്ടുന്ന അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കേൾക്കുന്നത്. സോ ടെൽ മീ അബൌട്ട് ദിസ് രാജാ സർ ഇൻഫ്ലുവൻസ് ആൻഡ് ദ ലവ് ഫോർ ഇളയരാജ. അയ്യോ, അത് ആക്ച്വലി ഞാൻ ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ തുമ്പീവാൻ്റെ കേസ് പറഞ്ഞല്ലോ, അതുപോലെ രാജാ സാറിൻ്റെ ഇപ്പം ആലോചിക്കുമ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കേട്ട് അങ്ങനെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളതെല്ലാം മിക്കതും രാജാ സാറിൻ്റെ ആയിരുന്നു എന്ന് ഇപ്പോഴാണ് അറിയണേ. ഈ രാജാ സാറിലേക്ക് അല്ലെങ്കിൽ പുള്ളിയുടെ പോയി തപ്പിപ്പോയി കണ്ടുപിടിച്ച, അതായത് എന്നെപ്പോലെ ഞാൻ വളർന്ന സ്ഥലത്തുള്ള ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരാൾ എനിക്കിപ്പോൾ 25 വയസ്സായിട്ടുള്ളൂ. ഈ ഒരു പ്രായത്തിൻ്റെ ഇടയിൽ ഞാനൊരു തമിഴനല്ല, അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ അവിടെ അങ്ങനെ ഒരു എക്സ്പോഷർ ഇല്ല. അപ്പം എന്തായാലും ഞാൻ പോയി തപ്പി കേൾക്കുക തന്നെ വേണം. അല്ലാതെ ഇപ്പം എനിക്കിപ്പോൾ ഇത്ര അറിയാവുന്നത്തോളം പാട്ട് കേൾക്കാൻ വേറെ ഒരു വഴിയില്ല, നമ്മൾ പോയി തപ്പി കേൾക്കുക തന്നെ വേണം. അതിനായിട്ട് നമ്മൾ ഇരിക്കണമല്ലോ, അതിനായിട്ട് പുറപ്പെടണം. അപ്പം ആ ഒരു സാധനം കിട്ടിയത് ആക്ച്വലി ഞാൻ സിനിമ കുറേ കണ്ടിരുന്നു, കമൽ സാറിൻ്റെ സിനിമ കുറേ കണ്ടിരുന്നു. കമൽ സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പുള്ളി ചുമ്മാ സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫോണിൽ ഞാൻ പഴയ പടങ്ങളൊക്കെ പുള്ളിയുടെ ഒക്കെ ഇങ്ങനെ തപ്പിക്കാണും. അപ്പോൾ കുറച്ച് മുന്നേ എന്ന് പറഞ്ഞാൽ കമൽ സാറിൻ്റെ മിക്ക പടങ്ങളും മ്യൂസിക് ചെയ്യുന്നത് രാജ സാറായിരിക്കും. അപ്പം ഞാൻ പുള്ളിയുടെ പടത്തിലൊരു സാധനമുണ്ട്, അപ്പോൾ ഇതും മ്യൂസിക്കും തമ്മിൽ ബ്ലെൻഡായി കിടക്കുന്നത് കണ്ടിട്ടേ ഭയ ഞെട്ടിപ്പോയി. പിന്നെ ഈ ഹേറാമൊക്കെ ഫുൾ മ്യൂസിക്കിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലിപ്പും എല്ലാം ചെയ്തിട്ടുള്ള മുന്നേ വേറൊരു മ്യൂസിക് ഡയറക്ടർ ചെയ്ത മ്യൂസിക്കാണ് അത്. രണ്ടാമത് പുള്ളി റീറൈറ്റ് ചെയ്തെന്ന് പറയുന്ന സാധനമൊക്കെ ഇട്ടിട്ട് ഈ പടം കാണുമ്പോൾ എന്താ പരിപാടി, പുള്ളിക്ക് വേറെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ അതിനകത്ത്. അങ്ങനെയാണ് പുള്ളിയുടെ പാട്ട് പോയി തപ്പി പിടിച്ച് കേൾക്കുന്നതും. അപ്പോൾ എന്തോ ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പുള്ളി കമ്പോസ് ചെയ്യുന്ന രീതി അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കമ്പോസ് ചെയ്യുന്ന രീതി, ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇത്ര പാട്ടുകൾ പുള്ളി ഒരു ഫോമിൽ വെച്ചിട്ട് ഡോട്ട് ഇട്ടിട്ട് കമ്പോസ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരു കോഡ് പ്രോഗ്രഷൻ പുള്ളി ഒരു ഡോട്ട് ഉണ്ട്. അപ്പോൾ പുള്ളി എന്നോട് കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ഇഷാൻ ദേവ് ഇഷാൻ ചേട്ടൻ അങ്ങനെ കുത്തിട്ട് അളിയാനുണ്ടാക്കിയ പാട്ടാണിതെന്ന് പറഞ്ഞത്. അതായത് അങ്ങനെയാണ് പുള്ളി ചെയ്തു പോകുന്നത്. അപ്പോൾ പുള്ളി പറയാ എനിക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് മിനിമം ഒരു 50 ദിവസം വേണം. പുള്ളി അതാണ് ഒരു 5 മിനിറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ ടെക്നിക്കൽ സൈഡ് വേറെ ഉണ്ടെങ്കിലും ജസ്റ്റ് എനിക്കിതാണ് അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു. ഇപ്പോൾ ഫസ്റ്റ് ലൈനിൽ തന്നെ ഒരു പാട്ട് നമ്മൾക്ക് ഭയങ്കര പേഴ്സണൽ ആക്കുക എന്ന് പറയണത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഏതോ നിனைவுകൾ കനവിലെ മനതിലെ മലരുതേ, ഫസ്റ്റ് ലൈൻ കഴിയുമ്പോഴേക്കും ഞാൻ ആഡ് ചെയ്തു എൻ്റെ ഇതിനകത്തോട്ട്. പിന്നെ അതെ നമുക്ക് പിന്നെ ആ ഒരു നമുക്ക് ഇഷ്ടപ്പെടുത്തിയിട്ട് അതൊട്ടും കുറയ്ക്കുന്നില്ല പാട്ട് തീരുന്ന വരെ എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ട്. ശ്രീരാഗിന് 25 വയസ്സാണ്. എനിക്കിപ്പോൾ 36 വയസ്സാണ്. അപ്പോൾ
ഞാൻ ഇളയരാജയൊക്കെ ഡിസ്കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ശ്രീരാഗ് പറഞ്ഞ പോലെ ഈ പാട്ടുകൾ ഇളയരാജ എന്ന് പറയുന്നതൊക്കെ വളരെ വളരെ ശ്രീരാഗിൻ്റെ ഏജ് ഗ്രൂപ്പ്. ഐ വർക്ക് ഇൻ ആൻ ഓഫീസ് വെയർ എല്ലാവരുടെ എവറേജ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 20-25 ഇടയിലുള്ള അവരുടെ മ്യൂസിക് ടേസ്റ്റും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ശ്രീരാഗിൻ്റെ ഭയങ്കര ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ ഉണ്ട് എന്ന് എനിക്കിപ്പോൾ ശ്രീരാഗായിട്ടുള്ള കോൺവെർസേഷനിൽ തോന്നുന്നു. അതിനുള്ള ബേസ് ഈ വീട്ടിൽ നിന്ന് കേട്ടുള്ള ലിസ്ണിംഗ് തന്നെയാണോ? ഞാൻ ഡിസ്കവർ ചെയ്തോണ്ടിരിക്കും ഇതിന്റെ പുറകില് വേറെന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. കാരണം ഈ നമ്മള് എന്താ ലിസണിങ് ഇത് ഒരു പരിധിവരെ നമ്മളെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമ്മളെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എന്തിനോടാണ്. പക്ഷെ അതിനപ്പുറത്ത് എന്തോ നമുക്ക് ഇഷ്ടപ്പെടുത്താൻ എന്തോ ഒരു സാധനം വേണം എന്ന് തോന്നിയിട്ടുണ്ട്. അതെന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇളയരാജയെ പറ്റി ഓഫ് കോഴ്സ് ഐ ഹാവ് ടു സ്പീക്ക് അബൌട്ട് SPB സർ ഹിയർ. ഇപ്പം ഇന്ന് ശ്രീരാഗ് ഓരോ വേദിയിൽ ചെല്ലുമ്പോഴും ശ്രീരാഗിൻ്റെ അടുത്ത് SPBയുടെ പാട്ടുകൾ പാടാനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ വാട്ട് ഈസ് യുവർ SPB സ്റ്റോറി, യുവർ ഡിസ്കവറി ഓഫ് SPB? SPB എന്ന് പറയുന്നത് ഈ രാജസാറിലൂടെ തന്നെയാണ്. ആക്ച്വലി രാജസാറിൻ്റെ പാട്ടിട്ടാണ് മോസ്റ്റ് ഓഫ് ദ സോങ്സ് പുള്ളി പാടിയതുകൊണ്ട് അങ്ങനെയാണ് പുള്ളിയുടെ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ സമയത്തും ഓരോ പാട്ടുകാരെ കേൾക്കുമെങ്കിലും ചില പോയിന്റിലാണ് ഇവരിതായിരുന്നല്ലേ എന്ന് അങ്ങനെ തോന്നുക. കാരണം നമ്മൾ ഒരാൾ ഇത് നല്ലതാണെന്ന് കേട്ടിട്ട് അതങ്ങ് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് അത് ചെയ്യല്ലോ. നമ്മൾ കേട്ട് റിയലൈസ് ചെയ്യുന്നതാണല്ലോ എല്ലാ കാര്യങ്ങളും. എല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പോൾ പണ്ടിപ്പോൾ എനിക്ക് ഇപ്പോൾ ജാനകിയമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് അത് എന്താ ഒരു വയസ്സായ ശബ്ദം എന്നാണല്ലോ, ഇത് എന്തൊരു എനിക്ക് വലിയ സുഖമായിട്ട് തോന്നുന്നില്ലോ. അങ്ങനെയാണ് ഫസ്റ്റ് എനിക്ക് തോന്നിയിരുന്നത്. പിന്നെ അത് കേട്ടിട്ട് നമ്മളൊരു കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് ഇത് വേറെ പരിപാടിയാണല്ലേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെയാണ് ഇപ്പൊ ആദ്യം SPB സാറിനെ കേൾക്കും, ആദ്യം ദാസാറിന്റെ പാട്ട് നമ്മൾ കേൾക്കും, ഞാൻ നമ്മളെ കേൾക്കും, എല്ലാം കേൾക്കും. ഓരോരുത്തരും ഓരോ പോയിന്റിലാണ് ഇങ്ങനെ ഇതാണല്ലേ, ഇതാണല്ലേ അങ്ങനെ മനസ്സിലാക്കുന്നത്. അങ്ങനെ എല്ലാ സിംഗേഴ്സിന്റെ പോലെ തന്നെ കേട്ട് പിന്നീട് ആരാധന തോന്നിയ ഒരു സിംഗറാണ് SPB സാറും. അത് ഞാൻ ഈ കേൾക്കുന്ന പാട്ട് കൂടുതലും പുള്ളിയുടെ സിനിമാ പാട്ടുകൾ. അപ്പോൾ ഇപ്പോൾ ഈ കമ്മിങ് ടു കളങ്കാവൽ, ദ ടോക്ക് ഓഫ് ദ ടൗൺ, അപ്പോൾ അതിനകത്ത് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഒരു രാജാ സാർ മോഡ് പാട്ടുകൾ മുജീബ് ചെയ്യുന്നു. കാരണം പഴയ ഒരു തമിഴ് പാട്ടുകൾ കാര്യം അതിൽ 3 പാട്ടുകൾ പാടുന്നു. ഞാൻ ചോദിക്കുന്നത് അതിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ശ്രീരാഗ് പറയാൻ പോകുന്നത് എനിക്കറിയാം, നന്നായിരുന്നു എന്നുള്ളതിനപ്പുറം ഒന്നും പറയാനില്ല. ഞാൻ ചോദിക്കാൻ വരുന്നത് അതിൻ്റെ ഒരു ഒരു ഓഡിയോ ലോഞ്ച് പരിപാടിക്ക് ശ്രീരാഗ് വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇത്രയും ആ ഒരു സ്കെയില് മനസ്സിലായപ്പോൾ, കാരണം കളങ്കാവൽ ഇപ്പോൾ 50 കോടി ക്രോസ് ചെയ്യുന്നു, ആ ഒരു സ്കെയിൽഡ് പ്രോജക്റ്റ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇസ് ദർ എനി ആഡഡ് പ്രഷർ, എനി ഡിഫറൻസ് ഇൻ യുവർ അപ്രോച്ചിൽ? ഇല്ല. ഇത് നമ്മളിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലൊക്കെ വന്ന് ഇരിക്കുമ്പോഴാവും ഇപ്പൊ എന്താ നടന്നേന്നുള്ള സാധനം നമ്മൾ ചിന്തിക്കുമ്പോഴേ, അത് ചിന്തിക്കാത്തടത്തോളം സംഭവം എൻ്റെ ഒരു നോർമൽ ദിവസം പോലെ ഇത് പോകുന്നേ. നമ്മളങ്ങനെ മുൻകൂട്ടി ഒരു എക്സൈറ്റഡ് ആവുന്നില്ല. അത് മനസ്സിലായി, അത് വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, എന്തോ അത് വരുന്നില്ല. പിന്നെ എനിക്ക് ടെൻഷനുള്ള സാഹചര്യങ്ങളും സിറ്റുവേഷൻസ് ഒക്കെ ബോധപൂർവം ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണ് അതിനൊക്കെ ചുമ്മാ മനഃപൂർവ്വം മറന്ന് സ്കിപ്പ് അടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് മൊത്തത്തിൽ. അതൊരു ചില സമയത്ത് അതൊരു റെസ്പോൺസിബിലിറ്റി കുറവായിട്ട് വന്നേക്കാം. മൊത്തം ഈ പരിപാടി ഉണ്ടേ ചില കാര്യങ്ങളിൽ മാത്രമല്ല, അപ്ലിക്കബിൾ ടു എവരിത്തിങ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ബാധിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ കളങ്കാവലിന് ഓഡിയോ ലോഞ്ചിന് പോകുന്നു, മമ്മൂക്കയും എല്ലാവരും ഇരിക്കുന്നു, ഞാൻ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കേണ്ടി വരികയാണ്. അപ്പോൾ ശരിക്കുള്ള എൻ്റെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വിറയ്ക്കണം അവിടെ വന്നിട്ട്. ആ സമയത്ത് നമ്മള് എന്തായാലും വിളിച്ചു ഇനി എന്തായാലും നോക്കാന്നുള്ളൊരു മൂഡില് അങ്ങനെ കയറുന്നു. അപ്പൊ അങ്ങനത്തെ പ്രഷർ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ശ്രീരാഗ് എങ്ങനെയാണ് ഈ ആൾക്കൂട്ടങ്ങൾ ഈ ഇപ്പൊ പറഞ്ഞ പോലെ അവിടെ വിറക്കായിരുന്നു ഞങ്ങൾക്ക് തോന്നുന്നില്ല. ശ്രീരാഗിന്റെ വേ ഓഫ് ഹാൻഡ്ലിങ് ക്രൗഡ് പ്രഷർ അല്ല, ആക്ച്വലി ഞാൻ അവിടെ വിറച്ചില്ല. അത് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു നേച്ചർ ഞാൻ വിറക്കേണ്ട ആളാണ്. അപ്പൊ അവിടെ ഞാൻ ആ സാധനം കട്ട് ചെയ്തു. അതായത് വിറച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. പിന്നെ എനിക്ക് വിറക്കൊന്നുമില്ല. കാരണം അവിടുത്തെ മെയിൻ സംഭവം ഞാൻ മമ്മൂക്ക ഇരിക്കുക. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ വന്നിട്ട് പറഞ്ഞു ഭയങ്കര പേടി മമ്മൂക്ക എന്ന് പറയുമ്പോഴേക്കും മമ്മൂക്ക ഇങ്ങനെ കാണിച്ചു. അപ്പൊ പുള്ളി ഇങ്ങനെ കാണിച്ചു. പിന്നെ എൻ്റെ ഫുൾ സാധനം അവിടെ ജോഷി സാർ ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരിങ്ങനെ ഇരിക്കുന്നുണ്ടോ,
അതൊക്കെ കട്ടായി പോയി. പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നോർമൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് സംസാരിക്കേണ്ടി വരിക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ടെൻഷൻ ആവുക. പറയാനുള്ളത് പറയാൻ പ്രശ്നമില്ല. പിന്നെ സ്റ്റേജ് ഹാൻഡിൽ ചെയ്യുന്ന അത് വേറൊരു പരിപാടിയാണല്ലോ. ശ്രീരാഗിൻ്റെ സ്റ്റൈൽ ഓഫ് ഇപ്പോൾ ഗന്ധർവാസ് എന്ന് പറഞ്ഞ നിങ്ങളുടെ തന്നെ ഒരു ബാൻഡ് ഉണ്ട്, നിങ്ങൾ നിങ്ങളുടേതായ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജോണേഴ്സ് എന്തെങ്കിലും സ്പെസിഫിക് ജോണറിനോടൊരു ഇഷ്ടക്കൂടുതലുണ്ടോ, അതോ എല്ലാം എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടാണോ മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം? സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇന്ന ജോണറിനോടൊരു താല്പര്യ കൂടുതലില്ല. കാരണം ഇപ്പം ഞാൻ ഇപ്പം ഡെലിവർ ചെയ്യുന്ന ഒരു സാധനം അതിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിലുള്ള ഒരു കുറച്ച് സ്റ്റാൻഡേർഡ്സ് അത് മീറ്റ് ചെയ്യുക എന്നുള്ളതുള്ളൂ. അപ്പോൾ അത് ഓർഗാനിക്കലി എന്ത് ജോണറായി വരുന്നോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ലൈക്ക് ഇന്ന സാധനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വേണം എൻ്റെ ഒരു ഇത് ഇറങ്ങാൻ, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഒരു ടേസ്റ്റ് ആക്ച്വലി എനിക്കില്ല. അപ്പോൾ ഒരു സ്പെസിഫിക് ടേസ്റ്റ് അല്ല, വാട്ട് എവർ ഹാപ്പൻസ് ഓർ കംസ് ടു യു എന്നൊരു മ്യൂസിക്കാണ്. ബാൻഡ് മെമ്പേഴ്സും ആയിട്ടുള്ളൊരു സിങ്ക് എങ്ങനെയാണ്? നമ്മള് അടിപൊളിയാണ്. ഇത് ഒരുമിച്ചാണല്ലോ, താമസം ഒരുമിച്ചാണ്. അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തും പറയാവുന്ന അവരാണ് എല്ലാവരും. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഈഗോ ക്ലാഷസ് ഒന്നും വരണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തും പറയാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അപ്പോൾ ഇപ്പം നമ്മൾ മ്യൂസിക്കിൻ്റെ കാര്യം, മ്യൂസിക് ഡയറക്ഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലിറിക്സ് എന്ന് പറയുന്നൊരു സാധനം. ഇപ്പം ഞാനൊക്കെ വളരെ ലേറ്റായിട്ടാണ് ഇതിലെ പോയട്രി ശ്രദ്ധിച്ചു തുടങ്ങുന്ന പാട്ടിൽ. പണ്ട് നമുക്ക് ആ ഒരു ട്യൂണിനനുസരിച്ച് ശ്രീരാഗ് സംസാരിക്കുമ്പോൾ പലപ്പോഴും എനിക്കൊന്ന് ഒരു ദിവസം പോഡ്കാസ്റ്റിലോ മറ്റോ എപ്പോഴയോ ശ്രീരാഗിനെ എന്തോ വരികളെ പറ്റി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ കേട്ടു. സോ ഇതിലെ പാട്ടുകളിലെ പോയട്രി എത്രമാത്രം ശ്രീരാഗ് എൻജോയ് ചെയ്യുന്നു, അങ്ങനെ കുറച്ച് ഫേവറേറ്റ് ലൈൻസ് കാര്യങ്ങൾ? അയ്യോ, അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. ഫേവറേറ്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എടുത്തു പറയാൻ പെട്ടെന്ന് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, പക്ഷേ എന്തെങ്കിലും മനസ്സിലായി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. കാരണം എന്താണെന്നറിയോ, അതായത് പാട്ട് കേൾക്കുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ കുറേ സമയം പാട്ട് കേൾക്കും, മൊത്തത്തിലൊരു മടിയുണ്ട്, ഒരു എല്ലാ കാര്യങ്ങളോടും ഒരു മടിയുണ്ട്. അപ്പം മടിയുണ്ടിട്ട് വെറുതെ കിടക്കുകയാണെങ്കിലും പാട്ടോണായിരിക്കും. അപ്പോൾ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ഈണം നമുക്ക് ഇഷ്ടമാണ്, എൻജോയ് ചെയ്യുന്നു. നമ്മളെന്താണെന്ന് അറിയാത്ത ഒരു സാധനം എന്തോ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ വരിയും കൂടെ ഉണ്ട്, വരിയും കൂടെ എൻജോയ് ചെയ്യുമ്പോൾ അത്രയും സാധനങ്ങൾ അവർക്ക് എടുക്കുക. ഇപ്പോൾ പഴയ എനിക്ക് ഓരോ സമയത്തെ വരികൾ, ഇപ്പം മലയാളത്തിലാണെങ്കിൽ ഓരോ സമയത്തെ വരികൾക്ക് ഓരോ സ്വഭാവം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഭാസ്കരൻ മാഷും ഒക്കെ എഴുതിയിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കത് കുറേ ഒരു എന്താ പറയുക, ഒരു പാട്ടിൽ നിന്ന് നമുക്ക് അന്വേഷിച്ച് പോകാൻ പറ്റും. ഇപ്പോൾ അതെന്താ സംഭവം, എന്തോ ഒരു സംഭവത്തെ വർണ്ണിക്കുന്നുണ്ടാവാം ചിലപ്പോൾ. ഇപ്പോൾ പണ്ട് ശ്രീപാർവതിയെ പോലെ നിന്നെയും സുന്ദരിയാക്കി എന്ന് പറഞ്ഞിട്ടൊരു വരിയുണ്ട്. അപ്പം എന്താ പണ്ട് ശ്രീപാർവതിയെ സുന്ദരിയാക്കിയ ഇൻസിഡന്റ് എന്താന്ന് നമ്മൾ തപ്പിപ്പോകുമ്പോൾ കാളിദാസൻ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പരിപാടി, അപ്പോൾ അതാണല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സീനിൽ നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങൾ കൂടുമ്പോൾ അത്രയും നല്ലതല്ലേ. അപ്പോൾ അത് ശരിയായില്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുന്നതിനും ബാധിക്കും ഈ മൊത്തം പാട്ട്. നമുക്ക് ഒരു സെറ്റായില്ലെങ്കിൽ. അപ്പോൾ ലിറിക്സ് എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ഇപ്പം ബാബുക്കയുടെ പാട്ടുകളിലെ ലിറിക്സ് ഒക്കെയാണ്. ചില പാട്ടുകളുണ്ട്, ഈ ജാനകിയമ്മയുടെ ഒരു പാട്ടുണ്ട്, ഇരു കണ്ണുനീർത്തുള്ളിയെ ഒരു സുന്ദരിയുടെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിൽ പറയുന്ന 2 കണ്ണുനീർത്തുള്ളി ഉണ്ടല്ലോ, 2 കണ്ണുനീർത്തുള്ളിനെ കമിതാക്കളായിട്ടാണ് ഉപമിക്കുന്നത്. അപ്പം ഇവർ കാണും, ഇവരിവിടെ എത്തുമ്പോൾ കാണും ഫുൾ പരിപാടി, പക്ഷെ ഇവർക്ക് ഒരുമിക്കാൻ പറ്റില്ല. ഇവരെടുത്തി പൊട്ടിപ്പോകുമ്പോഴും കാണുന്നുണ്ടോ. അപ്പം ഈ സാധനമൊക്കെ പാട്ടിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടേ അതിന് ഈ സിംഗേഴ്സ് കൊടുക്കുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷനും വേറെ ട്രിപ്പ് പരിപാടിയാണ്. തീർച്ചയായിട്ടും അത് പഴയ പാട്ടുകളിലെ ലിറിക്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിങ്ങനെ പല പല സാധനങ്ങളിങ്ങനെ. അപ്പം ഒരു ശ്രീരാഗിനൊരു ഗോ ടു കംഫർട്ട് സോങ് ഉണ്ടോ ഇപ്പോൾ റൈറ്റ് നൗ? ഇപ്പോൾ സോങ് ദാറ്റ് യു ക്യാൻ ലിസൺ എനി ടൈം n number of times, any times? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഗുലാം അലി സാബ് പാടിയൊരു ഗസൽ, റോയാ കരേംഗെ ആപ് തരരരരേ തരാരോയാ, അങ്ങനെ ഒരു എനിക്ക് വരി എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ ഈ ഗസൽസ് കേൾക്കാന്നല്ലാതെ പാടാൻ മുതിരാറേയില്ല.
അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതാണ് എൻ്റെ പ്ലേലിസ്റ്റിൽ ഇപ്പോൾ കിടന്ന് കളിക്കുന്നത്. ഇതിങ്ങനെ മാറി മാറി കളിക്കും. ഇപ്പോൾ ഈ സാധനമാണ് എന്നും കേൾക്കുന്നത്, എപ്പോഴും വെക്കും. ഇപ്പോൾ ഇനിയൊരു ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്, ഈ സ്പോട്ടിഫൈ, യൂട്യൂബ്, റാപ്ഡൊക്കെ ഹു വാസ് യുവർ ടോപ്പ് ആർട്ടിസ്റ്റ്? ടോപ്പ് ആർട്ടിസ്റ്റ് ഞാൻ യൂട്യൂബ് പ്രീമിയത്തിലാണ് മിക്കവാറും കേൾക്കുക. അപ്പോൾ ഞാൻ സ്പോട്ടിഫൈയിൽ നോക്കിയപ്പോൾ ജഗജിത് സിംഗ് ആയിരുന്നു ഫസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ മേദി സാബ്, രാജാ സാർ, ഹാരിസ് ജയരാജ്, മൈക്കിൾ ജാക്സൺ, പിങ്ക് ഫ്ലോയിഡ്, പിന്നെ എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള എല്ലാം ഒരുപോലെ ഇരിക്കും ഒരു പാറ്റേൺ. അങ്ങനെ ഒരു മൈക്കിൾ ലേൺസ് ടു റോക്ക് എന്ന് പറഞ്ഞൊരു ബാൻഡുണ്ട്, അവരുടെ. പിന്നെ കെന്നീജി ഉണ്ട്, സാക്സഫോൺ. ഇതൊക്കെ ചില ഇപ്പം ഞാൻ ചില പാട്ടുകളൊക്കെ, പഴയ പാട്ടുകളൊക്കെ, ഇന്നാൾ ഒരു ഇൻ്റർവ്യൂവർ നമ്മളുടെ മലർകളെ സിനിമയിൽ നിങ്ങൾ അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട വേറൊരു പാട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് ഒരു ഇൻ്റർവ്യൂവർ പറയുന്നു. അപ്പം അതിൻ്റെ താഴെ കമൻസ് ഫുള്ള് ഇതെൻ്റെ സീക്രട്ടായിരുന്നു, ഇത് വൈറലാവരുത്, ഇത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന കുറച്ച് പാട്ടുകളുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ആ സാധനം വേറെ തോന്നണമെന്നില്ല. ഞാൻ പറഞ്ഞത് അറിയണ്ട, അവിടെ ഇരുന്നോട്ടെ എന്നുള്ളതാണ്. എങ്ങാനിത് തോന്നി ആൾക്കാരെ ഏറ്റെടുത്താലോ പണി പാളിയില്ല എന്ന് തോന്നുന്ന സാധനങ്ങളുണ്ട്. ഇഷ്കിയ എന്ന് പറഞ്ഞൊരു പാട്ട്, ഇഷ്കിയ എന്ന് പറഞ്ഞ പടത്തിൽ 2 പാട്ടുണ്ട്. ഒരു അബ് മുझे കോയി അങ്ങനെ പാട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ ബഡി ധീരെ ചലി എന്ന് പറഞ്ഞൊരു പാട്ട്. അതെങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ പോപ്പുലർ ആണോന്ന് അറിയില്ല. ഞാൻ കുറെ സ്ഥലത്ത് നമ്മൾ വണ്ടിയിലൊക്കെ ഫ്രണ്ട്സൊക്കെ ഉള്ളപ്പോഴും ആർക്കും കേട്ടിട്ടില്ല. ഇഷ്കിയ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ എസ് ഉൽജി നസർ മാത്രമേ ഇതിൽ റീകോളിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ ബഡി ധീരെ ചലി ഭയങ്കര ഒരു ട്രിപ്പ് പാട്ടാ. അതെങ്ങനെ ബേസ് ലൈനൊക്കെ വന്നിട്ട് ബഡി ധീരെ ചലി അങ്ങനെ ഒരു പന്തുവരാടി ആ ഒരു മൂഡിലൊരു സാധനം ഉള്ള ആ ഒരു ട്രിപ്പ് പാട്ട. അത് ഇതുപോലെ ഇങ്ങനെ എവിടെയോ റീലിലൊന്നും കേൾക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർ സിംഗർ വാസ് യുവർ ഒരു സക്സസിനൊരു ഭയങ്കര ഫ്യൂവൽ നൽകിയ ഒരു പരിപാടിയാണല്ലോ സ്റ്റാർ സിംഗർ എന്ന പരിപാടി. അപ്പോൾ ഈ സ്റ്റാർ സിംഗറിലേക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും എക്സ്പെക്ടേഷൻ സ്വയം വെച്ചിരുന്നോ? ജസ്റ്റ് പോയി നോക്കാം എന്നുള്ളൊരു പരിപാടിയിൽ? ആക്ച്വലി ഞാനിത് വിചാരിച്ചിട്ടേ ഇല്ല. അപ്പം ഞാൻ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ നമ്മൾ ഈ രാജസാറിൻ്റെ പാട്ട് ഈ ഡിസ്കവർ ചെയ്യുന്ന സമയം, അതായത് കമൽ സാറിൻ്റെ സിനിമ കാണുന്നു, അതിൽ പാട്ട് കേൾക്കുന്നു, പാടിയിടുന്നു. അത് നമുക്ക് കുറച്ചൊരു മാക്സിമം വ്യൂസ് എന്ന് പറഞ്ഞാൽ 400 ഒക്കെയാണ്. അപ്പം അതിൽ നമുക്ക് ഒരു 100 ലൈക്കും ഒക്കെ ഉണ്ടാകും. അതിലൊരു 50 പേരുടെ കമൻറ്റും ഉണ്ടാവും. എന്ന് വെച്ചാൽ സ്ഥിരം ആളുകളാണ്. നമ്മൾ സ്ഥിരം ഇത് പാടുന്നു, നെക്സ്റ്റ് ഞാൻ പാടുന്നു. അപ്പം അതിൻ്റെ അഭിപ്രായം ഉണ്ടാവും. അവരോട് ചാറ്റ് ചെയ്യും, ചിലരോട് സംസാരിക്കും. അത് കഴിഞ്ഞ് അടുത്ത പാട്ട് വരും, അടുത്ത സിനിമ കാണും, അതിലൊരു പാട്ട് പാടിയിടും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇതെല്ലാം ഞാൻ ഫേസ്ബുക്കിൽ മ്യൂസിക് സർക്കിൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, അതിനകത്ത് ഞാൻ ഇടും. അപ്പം അവിടെ നിന്ന് കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടും. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സ്റ്റാർ സിംഗറിലെ മിഥുൻ ചേട്ടൻ, പുള്ളി അല്ല സ്റ്റാർ സിംഗറിലെ മിഥുൻ ചേട്ടൻ. അപ്പോൾ മിഥുൻ ചേട്ടൻ എനിക്ക് എന്നോട് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഓഡിഷന് വന്നു പറഞ്ഞു. ഓഡിഷന് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് സെറ്റാവില്ല ചേട്ടാ, ഡാൻസ് ഒക്കെ ചെയ്ത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മറ്റേ കാക്കി ഷർട്ടിട്ട് ഓട്ടോക്കാരൊക്കെ മൂടായിരിക്കും. അങ്ങനെ ചെയ്യണ്ട, എനിക്ക് ഇഷ്ടമുള്ള ചെയ്താൽ മതി, ഒന്ന് വെക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. അപ്പോൾ വൺസ് നമ്മൾ അതിനകത്ത് കയറിയിട്ട് പിന്നെ ഞാനിങ്ങനെ ഉള്ളൂ അങ്ങനെ പറ്റുള്ളൂ അല്ല, ആ സ്പേസ് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്. പിന്നെ അവിടെ വേണ്ടതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കൊടുക്കുക എന്നുള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ റിസൾട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഇവിടെ മാക്സിമം ഞാനായിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഇതിനകത്ത് നിൽക്കാം എന്നുള്ളൊരു. ശ്രീരാഗ് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിന്നിട്ടാണ് യു ബിക്കേം എ ഫാൻ ഫേവറേറ്റ്. സോ
താങ്ക് യു സോ മച്ച് ഫോർ എന്റർടൈനിങ് അസ് ത്രൂ ഔട്ട് ദ സീസൺ. ശ്രീരാഗ് അത് അറിഞ്ഞോ അറിയാതെയോ ആണെന്നൊന്നും എനിക്കറിയില്ല. അറിയാതെയാണ്. എനിക്ക് ചിലവ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും കണ്ടു കഴിയുമ്പോൾ. ഞങ്ങൾക്ക് ആനന്ദം. ഞാനാണെങ്കിൽ ഇവനെ ട്രോൾ ചെയ്യാനേ, ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാനാണ് എന്നെ പുറത്തുനിന്ന് കണ്ടിട്ട് ഏത് ഇവനെന്ന് ഞാൻ പറയുന്ന പോലത്തെ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ. ഇപ്പൊ നമ്മള് ഇപ്പൊ വിധുചേട്ടനൊക്കെ മറ്റേ ട്രോൾ കിങ് ആണല്ലോ. വിധുചേട്ടനെ വരെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിലാണ് ശ്രീരാഗിന്റെ ചില റെസ്പോൺസുകളൊക്കെ നമ്മളെടുത്ത് ആഘോഷിച്ചത്. സോ വി റിയലി എൻജോയ്ഡ് യുവർ സ്റ്റാർ സിംഗർ ജേർണി. ദെൻ ഓഫ് കോഴ്സ് ഐ ഹാവ് ടു സ്പീക്ക് അബൌട്ട് യുവർ സ്റ്റാർ സിംഗർ ഫ്രണ്ട്സ്. ഇപ്പോൾ അതിൽ ഗോകുലാവട്ടെ, അരവിന്ദാവട്ടെ, നന്ദയാവട്ടെ, അപ്പോൾ ഇവരുടെയൊക്കെ ജേർണി നിങ്ങളൊക്കെ ഒരുമിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സ്റ്റാർ സിംഗർ സീസണിൽ എല്ലാവരുടെയും ഒരു ഗ്രോത്ത് നമ്മൾ ഭയങ്കര ഇൻസ്പയർ ചെയ്യിക്കുന്ന ഒരു ഒന്നാണ്. നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ പരിപാടികൾ എങ്ങനെയാണ്? ഇപ്പം ഗന്ധർവാസ് ഒരു സർക്കിൾ ആണെന്ന് അറിയാം. സ്റ്റാർ സിംഗർ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു നിങ്ങളുടെ ജേർണി എങ്ങനെയാണ്? അത് നമ്മൾ ഭയങ്കര ക്ലോസ് ആണ്. അതായത് സ്റ്റാർ സിംഗറിൽ എല്ലാവരുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ഉണ്ട്. ഷോസിന് പോകുമ്പോഴൊക്കെ എല്ലാവരും കാണുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ എറണാകുളത്ത് നിൽക്കുന്നതുകൊണ്ട് അരവിന്ദും നന്ദിയും ഗോകുലും ഇവിടെ ഉണ്ട്. നമ്മൾ എപ്പോഴും കാണും, ചായ കുടിക്കാനും ഒക്കെ ആയിട്ട്, പുറത്ത് പരിപാടിക്കും പോകും. പിന്നെ എപ്പോഴും മിക്ക ദിവസങ്ങളിലും എല്ലാവരും വിളിക്കും. എന്നും നമ്മൾ അങ്ങനെയാണ്, ഒരുമിച്ചുള്ള പോലെ തന്നെയാണ് എല്ലാവരുമായിട്ടും. സ്റ്റാർ സിംഗറിൻ്റെ സമയത്ത് ഒരുപാട് ഉണ്ടാവുമായിരിക്കും, എന്നാലും ഇപ്പോൾ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ ഞെട്ടിച്ച് കളഞ്ഞ വേറൊരാളുടെ പെർഫോമൻസ് ചെയ്തായിരിക്കും യു ആർ ലൈക്ക് സ്റ്റം. അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട് അവിടെ. കാരണം അവിടുത്തെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ, ഫസ്റ്റൊക്കെയാണ് നമ്മുടെ ഒരു ഡേ ഫുൾ ഷൂട്ട് ഉണ്ടാവും. ചില ദിവസം 2 പാട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു പാട്ടുള്ള ദിവസമൊക്കെ ഫസ്റ്റ് തന്നെ എൻ്റെ പാട്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ പറയും, സാർ ലോട്ട് എടുക്കണ്ടേ, ഞാൻ ഫസ്റ്റ് പാടാം എന്നൊക്കെ ചില സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അതെല്ലാവരും പറയും, മിക്ക ആളുകളും പറയും. കാരണം ഫസ്റ്റ് പാടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ബാക്കി പാട്ട് കേട്ടെങ്കിൽ ഇരിക്കാം, മൂടാണ് അവിടെ. കാരണം അവിടെ മറ്റേ മോണിറ്റേഴ്സ് നമുക്ക് ഇരിക്കുന്നിടത്ത് കിട്ടും. നല്ല സുഖമായിട്ട് കേൾക്കാം, ക്ലീനായിട്ട് കേൾക്കാം, എല്ലാം നല്ല ഈക്കൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പാട്ട് കേട്ടാൽ മതി. ഇടയ്ക്ക് തൊണ്ടയൊന്നും നോക്കണ്ട, പരിപ്പോടൊക്കെ വന്ന് അലക്കാം, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് കഴിക്കാം, ചായയൊക്കെ കുടിച്ച് പാട്ടും കേട്ടെങ്കിൽ ഇരുന്നാൽ മതി. അങ്ങനെ കുറേ പാട്ട് മിക്കവാറും സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സീസണിൽ എല്ലാം ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. ഫസ്റ്റ് എനിക്ക് ഞെട്ടിപ്പോയത് ബൽറാം ചന്ദനച്ചോലയിൽ എന്നുള്ള പാട്ട് പാടി. ഞാൻ നോക്കുമ്പോൾ ലൈവായി നിന്ന് പാടുകയാണ്. അതുപോലെ, അതായത് ഒരു മെലഡി അത് ഭയങ്കര ആസ്വാദ്യകരമാക്കുന്നതിനപ്പുറത്ത് കയ്യിൽ നിന്ന് പോകാതെ ഭയങ്കര കൺട്രോൾഡായിട്ട്, നമ്മളെ ടെക്നിക്കാലിറ്റിയെ പറ്റി ആലോചിക്കുന്നില്ല, ആ ഡെലിവർ ചെയ്യുന്നത് ഇതിലും നന്നായി ഇനി എങ്ങനെ ഡെലിവർ ചെയ്യുന്നു തോന്നിക്കുന്ന രീതിയിലുള്ള, മറ്റേ സന്ധ്യക്ക് മുറ്റം അടിച്ചു വാരിയ പോലെ പാടി വെച്ചവൻ. ആ സാധനം കിടന്ന് ഉരുളാന്ന് തോന്നുന്നു. അതുപോലെ നീറ്റായിട്ട് പാടി, ഞെട്ടിപ്പോയി, രോമാഞ്ചൊക്കെ ഒന്ന് ഞെട്ടിപ്പോയി. അത് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നതാണ്. പിന്നെ അരവിന്ദ് എല്ലാ പ്രാവശ്യം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസവും കൊണ്ടുപോകും. പക്ഷേ ഇപ്പം ഇത് വേറൊരു പരിപാടി അവിടെ നടന്നത്. ഇപ്പോൾ ബൽറാം പാടി ചന്ദനച്ചോലയിൽ, അത് വേറൊരു പരിപാടിയാണെങ്കിൽ അവൻ നമ്മളെ ഇരുന്നിടത്തുനിന്ന് എണീപ്പിച്ച് തുള്ളി പണ്ടാരം തുടങ്ങി, പിന്നെ ആ ഒരു എനർജി നമ്മുടെ ഉള്ളിൽ ഫുള്ള് നിൽക്കും. അങ്ങനെയാണ് ഇപ്പം അവൻ്റെ പെർഫോമൻസസ് കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുള്ളത്. ഇപ്പം ബൽറാമിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും നന്ദ വന്നിട്ട്, നന്ദയിലിപ്പം ആകെ പനിയും ഇതൊക്കെ ആയിട്ട് പണ്ടാറണെങ്കിൽ ഇരിക്കുകയാണെന്നൊക്കെ പറയും, സ്റ്റേജിൽ കയറിയിട്ട് തീ കത്തിച്ചിട്ട് വരും. പിന്നെ അതുപോലെ ഓരോ സിംഗേഴ്സും, ദിശ. അതെ. ഇനി ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ചിത്ര എന്ന് പറയുന്നൊരു വ്യക്തി കേരളത്തിൻ്റെ വാനമ്പാടി അല്ലെങ്കിൽ ഇന്ത്യയുടെ വാനമ്പാടി, നമ്മളൊക്കെ ഒരു സമയത്ത്, ഇപ്പോൾ ഞങ്ങളല്ല, നിങ്ങൾ സിംഗേഴ്സിൻ്റെ സ്ഥലത്ത് നിങ്ങൾ മറ്റേ ഒരു എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്ര ദൂരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ആ ചിത്രാമ്മയുടെ കൂടെ എത്രയോ വേദികളിൽ ഒരുമിച്ച് നിന്ന് പാടുകയാണ് ശ്രീരാഗ്. എത്ര ഓവർവെൽമിംഗ് ആണ് ഫീലിംഗ്. ഇത് ഈ പറഞ്ഞ പോലെ നേരത്തെ കളങ്കാവിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുന്നതെന്ന്. അതുപോലെയാണ് ഇതും. ഞാൻ ഇതെല്ലാം പാട്ടൊക്കെ പാടി കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ഉറങ്ങാൻ നേരത്തെ ആലോചിക്കാം, ഇന്നിപ്പോ എന്താ ഉണ്ടായേ. നമ്മള് എവിടെ നിൽക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇട്ടിട്ടുള്ള എഫേർട്ട് വെച്ചിട്ടാണെങ്കിലും, ടാലന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ടാലന്റിനെ നമ്മൾ പോളിഷ് ചെയ്യുന്ന അതിൽ നമ്മളിടുന്ന എഫേർട്ടൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നു, നമ്മൾ എവിടെ നിൽക്കണു എന്നുള്ളതല്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോഴേ എവിടെയാണ് ആനയും
ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പം അങ്ങനെ ഒരാളുടെ കൂടെ നിന്ന് പാടാൻ പറ്റിയെന്ന് ആലോചിക്കുമ്പോഴേ ഇത് വലിയ പരിപാടിയാണ്. എന്തെന്നുണ്ടായെന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ആലോചിക്കും. പക്ഷെ അവിടെ നടക്കുന്നത് കാരണം അത്ര ഒരു ലെജൻഡ് ആണെങ്കിൽ അവർ ഭയങ്കര സിമ്പിളും നമ്മളങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്നതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. കാരണം ചിത്ര ചേച്ചിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം, നമുക്ക് അടുത്തൊരു ചെല്ലാൻ തോന്നില്ല. കാരണം അതിനുള്ള സാധനം ഒരു പാടി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. നമുക്കൊരു ഭയങ്കര വാംത്ത് കിട്ടുന്നുണ്ട് ചേച്ചിയുടെ. അതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ചിത്ര ചേച്ചിയാണ് എൻ്റെ അടുത്ത് നിന്ന് പാടുന്നത്. നമ്മൾ ആ ചിലപ്പോൾ സ്റ്റേജിലൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, പല്ലവി തുടങ്ങി അനുബന്ധി കഴിഞ്ഞ് ചരണം എത്ര മിനിറ്റ് മുന്നേ ചിത്ര ചേച്ചി ഉള്ള ദാറ്റ്സ് എ ലവ്ലി വേ ഓഫ് പുട്ടിങ് ഇറ്റ്. ശ്രീരാഗ്, ഇപ്പോൾ ശ്രീരാഗിൻ്റെ ഹൗ ഡു യു ഡിഫൈൻ യുവർ സക്സസ്? അല്ല, ഈ പാട്ടിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അത് ഫ്ലോൻ്റെ കൂടെയാണ് പാട്ട്. ഓക്കെ, പാട്ട് ഫ്ലോ ആണ്. ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ എന്നെ കാണുന്ന ഒരു പൊസിഷനുണ്ട്. അത് പാട്ടിൻ്റെ കാര്യത്തിലല്ല, മൊത്തത്തിൽ. ഓക്കെ, അത് പറയണ്ട, അത് രഹസ്യമായിട്ടിരിക്കട്ടെ. 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ ഞാൻ ചോദിക്കാം, അവിടെ എത്തിയോ എന്ന് ചോദിക്കാം. ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള ഈ അടുത്ത് ഭയങ്കര ഇമ്പ്രസ് ചെയ്യിച്ച ഏതെങ്കിലും ഇപ്പോൾ മലയാളം സിനിമ നാഷണൽ അറ്റൻഷൻ കിട്ടുന്നു, എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഭയങ്കര ഇപ്പോൾ നമ്മൾ പഴയ ബാബുക്കയുടെ കാര്യം പറഞ്ഞു, മേധേസൻ സാബിൻ്റെ കാര്യം പറഞ്ഞു, SPB പറഞ്ഞു, ഇളയരാജ പറഞ്ഞു, പിന്നെ A. റഹ്മാൻ ഓഫ് കോഴ്സ് നമ്മൾ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും. റീസെൻ്റ്ലി ഉള്ള മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഏതെങ്കിലും ആൽബം, വർക്ക്, സൗണ്ട് ട്രാക്ക് ഉണ്ടോ? ശ്രീരാഗ് ഭാഗമല്ലാത്ത, ഇപ്പോൾ കളങ്കാവലല്ല ഞാൻ ചോദിക്കുന്നത്. എനിക്ക് മെയ്യഴകൻ്റെ എല്ലാം എൻജോയ് ചെയ്തു. മെയ്യഴകനിലെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് കറക്റ്റായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്നും കുഴപ്പമില്ല. അത് അവിടെ ഈ തപ്പി കളിക്കുന്നതാണ്. അവിടെ തപ്പി കളിച്ചാൽ പിന്നെ അത് മറ്റേ മുറിയിലെ ചിരി പടർത്തിയായി. എനിക്കാണ് ഇത് കാണുമ്പോൾ എന്തിന് അതുകൊണ്ടാണ് മെയ്യഴകൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെയ്യഴകനിലെ ഏറ്റവും ഫേവറേറ്റ് ഏതാണ്? എനിക്ക് നീടാമംഗലമാണ്. എനിക്ക് ആ ഫസ്റ്റ് മറ്റേ നാട്ടിൽ നിന്ന് പോകുമ്പോഴുള്ള സാധനം പോരേൻ. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് 1-2 ചോദ്യങ്ങളിലേക്ക് വരുന്നു, തീർന്നു ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇന്ത്യൻ മ്യൂസിക് സീനിൽ ഇപ്പോൾ ഗന്ധർവാസ് നിങ്ങൾ സ്വന്തമായിട്ട് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സിനിമ മ്യൂസിക്കിനെ പറ്റി ഞാൻ കുറേ സംസാരിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ സൗത്ത് ഇന്ത്യ, എസ്പെഷ്യലി കേരളത്തിൽ നമുക്ക് ഈ ബാൻഡ് കൾച്ചർ, ഇന്ത്യൻ മ്യൂസിക്സിനെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ബാൻഡുകൾ ആരൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് കോഴ്സ് മറ്റേ സൗണ്ടിങ് കേട്ടിട്ട് മറ്റേ ഇൻസ്പയർഡ് ആവുന്നത് അബിയലിൻ്റെ കേട്ടിട്ടാണ്, പറയണ്ടല്ലോ. പിന്നെ എല്ലാവരും, അതായത് കേരളത്തിൽ ആക്ച്വലി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് അല്ലേ. മൊത്തം ഇന്ത്യയിലെ സീൻസ് എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും, കാരണം അത് ഞെട്ടിപ്പിക്കുന്നത് അവിയലാണ്. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. താങ്ക് യു സോ മച്ച് ശ്രീരാഗ്, ചാറ്റിംഗ് വിത്ത് us. കാരണം ശ്രീരാഗ് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ശ്രീരാഗിൻ്റെ കഥകൾ കേട്ടിരിക്കാൻ, സംസാരങ്ങൾ കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ചാറ്റിംഗ് വിത്ത് ഇന്ത്യ. താങ്ക് യു.